അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി നമ്മൾ കേൾക്കുന്ന ഒരു വാർത്തയാണ് നിതിൻ രാജ് എന്ന സ്റ്റുഡൻറ്റുമായി ബന്ധപ്പെട്ട മരണവും അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയും അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണങ്ങളുമൊക്കെ. അപ്പോൾ ഒരു സോ കോൾഡ് ഉന്നത ജാതിയിൽപ്പെട്ട അധ്യാപകനിൽ നിന്നുമുണ്ടായ വളരെ മോശപ്പെട്ട അനുഭവങ്ങൾ. അപ്പോൾ ഈ നിതിൻ രാജ് എന്ന് പറയുന്ന സ്റ്റുഡൻറ് ഒരു കീഴ്ജാതിയിൽപ്പെട്ട വ്യക്തിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വളരെ അത്ഭുതം തോന്നുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ കുറച്ച് സർവേസും കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇപ്പോഴും അൺടച്ചബിലിറ്റി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ജാതി വ്യവസ്ഥ ഇന്ത്യയിൽ നിലനിൽക്കുന്നു, ഇതെല്ലാം കഴിഞ്ഞിട്ടും എന്ന് ആലോചിക്കുമ്പോൾ ചെറിയൊരു അത്ഭുതവും, എന്നാൽ ഇത് നിലനിൽക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കുന്നുണ്ട്. എനിക്കൊരു ചരിത്രമാണ് ഓർമ്മ വരുന്നത് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നടന്ന ഒരു ചരിത്രം. ഇവിടെ ഒരു കുട്ടിയോട് അത്രയും അപമര്യാദയായി പെരുമാറുകയാണ്, ആ കുട്ടിയുടെ ജാതി മാത്രം പരിഗണിച്ചുകൊണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ മക്ക കാലഘട്ടത്തിൽ അദ്ദേഹം ആളുകളിലേക്ക് ഇസ്ലാം പ്രബോധനം ചെയ്യാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടി സമൂഹത്തിലെ പ്രമാണിമാർക്കെല്ലാം എങ്ങനെയെങ്കിലും ഇസ്ലാം എത്തിക്കണമെന്നും അവരെല്ലാം ഇന്ന് ഇസ്ലാം സ്വീകരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അവരുമായി ബന്ധപ്പെട്ട അനുയായികളെല്ലാം ഇസ്ലാം സ്വീകരിക്കുമെന്ന ഒരു ധാരണ ഉണ്ടായിരുന്നു. കാരണം അന്നത്തെ വ്യവസ്ഥ എന്ന് പറയുന്നത് ഗോത്രവർഗവും അല്ലെങ്കിൽ കുടുംബ പാരമ്പര്യവും ഒക്കെ ബന്ധപ്പെടുത്തി നിൽക്കുന്ന ഒരു ജാഹിലിയ സിസ്റ്റം ആയിരുന്നു അന്ന്. ഒരു നേതാവ് അല്ലെങ്കിൽ സമൂഹത്തിൽ ഉന്നതനായ ഒരു വ്യക്തി, സോ കോൾഡ് ഉന്നതനായ വ്യക്തി ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അനുയായികൾ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് വരികയും അങ്ങനെ ഇസ്ലാമിന്റെ ഒരു പ്രബോധനം എളുപ്പമാവുകയും ചെയ്യും എന്നൊരു സാഹചര്യം കൂടി അന്ന് നിലനിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു മതം അല്ലെങ്കിൽ ഈ ഒരു ദീൻ, ഈ ഒരു സന്ദേശം ആദ്യം സ്വീകരിച്ചത് സമൂഹത്തിലെ താഴെ തട്ടിൽപ്പെട്ട ആളുകളാണ്. അടിമകളും അതുപോലെ തന്നെ പാവപ്പെട്ടവരായ ആളുകളാണ് ആദ്യം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിൽപ്പെട്ട ഇസ്ലാം സ്വീകരിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഇബ്ൻ ഉമ്മി മക്തൂം, അഥവാ അദ്ദേഹം കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു പാവപ്പെട്ട സഹാബിയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ അന്നത്തെ സോ കോൾഡ് ഉന്നതനായ ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളോട് ഇസ്ലാം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇബ്ൻ ഉമ്മി മക്തൂം അതുവഴി കടന്നു വന്ന് പ്രവാചകനോട് ആ സംഭാഷണം ഇന്ററപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രവാചകനോട് എന്തോ സംശയം ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്ന് നെറ്റി ചുളിച്ചു. നമ്മൾ പറയല്ലോ, ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് നെറ്റി ചുളിച്ചു. ആർക്കും അറിയില്ല. അങ്ങനെ ഇപ്പൊ നമ്മളൊരാളിങ്ങനെ കടന്നു പോകുമ്പോൾ അയാളെ കണ്ടിട്ട് നമുക്കൊന്ന് നെറ്റി ചുളിക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് നമ്മളല്ലാതെ വേറെ ആരും അറിയുന്നില്ല. പക്ഷെ നമ്മുടെ ഓരോ നോട്ടവും അറിയാവുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒന്ന് വിമർശിച്ചുകൊണ്ട് ഖുർആൻ ഇറക്കി. അബസ വതവല്ല അൻ ജാഅഹുൽ അഅമ. കുരുടൻ അഥവാ കണ്ണ് കാണാത്ത ആ വ്യക്തി വന്നതിന്റെ പേരിൽ പ്രവാചകൻ നെറ്റി ചുളിച്ചിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അബസ വതവല്ല അൻ ജാഅഹുൽ അഅമ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക ഔ യദ്ദക്കറു ഫതൻഫഅഹു ദിക്റ. ഈ കുരുടൻ അല്ലെങ്കിൽ ഈ കണ്ണ് കാണാത്ത വ്യക്തി അദ്ദേഹത്തിന്റെ ഈ ഒരു സന്ദേശം സ്വീകരിക്കാൻ ഉൾക്കൊള്ളാനൊക്കെ തയ്യാറാണ്. ഫഅമ്മാ മൻ ഇസ്തഗ്ന. എന്നാൽ താൻ പോരിമ നടിച്ച് നടക്കുന്ന ഈ വ്യക്തി ഉണ്ടല്ലോ, അതായത് ഞാൻ വലിയ സംഭവമാണെന്നും ഞാൻ എന്തോ ഉന്നത ജാതിയിൽപ്പെട്ടവനാണെന്ന് വിശ്വസിച്ച് നടക്കുന്ന ഈ വ്യക്തി ഉണ്ടല്ലോ, ഫഅൻത ലഹു തസദ്ദ. നീ നിന്റെ ശ്രദ്ധ അവനിലേക്കാണ് തിരിച്ചത്. വമാ അലൈക അല്ലാ യസ്സക്ക. അവൻ വിശുദ്ധി പ്രാപിച്ചില്ലെങ്കിൽ നിനക്കെന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കടുത്ത ഭാഷയിലാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു ചെറിയ കാര്യമാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ കടുത്ത ഭാഷയിലാണ് വിമർശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിക്കുന്ന ഈ ആയത്തുകൾ അള്ളാന്റെ റസൂല് തന്നെ ഓതി കൊടുക്കേണ്ട സാഹചര്യമുണ്ട്. വമാ അലൈക അല്ലാ യസ്സക്ക വഅമ്മാ മൻ ജാഅക യസ്അ വഹുവ യഖ്ശ ഫഅൻത അൻഹു തലഹ. നിന്റെ അടുത്തേക്ക് ഓടി വന്ന ഈ ഒരു സാധു ഉണ്ടല്ലോ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഈ ആ സാധുവിനെ നീ വേണ്ടത്ര ശ്രദ്ധിച്ചില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പഠിപ്പിക്കാനും അതുവഴി നമ്മളെയും ഈ വിഷയം പഠിപ്പിക്കാനും വേണ്ടി ഖുർആൻ ഇറക്കുകയാണ്. അപ്പോൾ ഒരു കണ്ണ് കാണാത്തൊരു വ്യക്തി അദ്ദേഹം വെറുതെ ഒന്ന് നെറ്റി ചുളിച്ചതല്ല, ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനൊന്ന് ഇന്ററപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതിന്റെ പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജസ്റ്റ് ഒന്ന് നെറ്റി ചുളിച്ചു. അതിനു വേണ്ടി മാത്രമാണ് ഇത്രയും ആയത്തുകൾ ഇറങ്ങിയത്. ഖുർആനിൽ ഒരുപാട് ആയത്തുകളൊന്നുമില്ല, ഒരു 6000 ആയത്തുകൾ വരുന്ന ഒരു ഗ്രന്ഥമാണ് ഖുർആൻ. എന്നാൽ അതിൽ ഇത്രയും ആയത്തുകൾ ചെലവാക്കിയത് വലിയൊരു കോൺസെപ്റ്റ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഉന്നത ജാതിയെന്നോ
അല്ലെങ്കിൽ കീഴ്ജാതി എന്നൊന്നും ഇല്ല. അള്ളാഹുവിനെ അനുസരിക്കുന്ന, പ്രവാചകനെ അനുസരിക്കുന്ന ആളുകൾ എന്നൊരു കാറ്റഗറി മാത്രമേ ഉള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ. ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് നിങ്ങൾ മുഴുവൻ മനുഷ്യരെയും അള്ളാഹ് സൃഷ്ടിച്ചിട്ടുള്ളത്. വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു. വ്യത്യസ്ത ഗോത്രങ്ങളും വർണ്ണങ്ങളൊക്കെ ആക്കിയത് പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ്, അല്ലാതെ ആർക്കും താൻ പോരിമ നടിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ ഈ ഒരു കാര്യം അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു. ലാ ഫളല ലി അറബിയൻ അലാ ജമിയൻ വലാ ലി അജമിയൻ അലാ അറബിയൻ ഇല്ലാ ബിതഖ്വല്ലാഹ്. ഒരു അറബിക്ക് അനറബിയേക്കാളോ ഒരു അനറബിക്ക് അറബിയേക്കാളോ ഒരു ശ്രേഷ്ഠതയുമില്ല അവർ ആരാണ് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത് എന്നതിൽ ഒഴിച്ച്. അപ്പൊ മനസ്സിന്റെ നന്മയാണ് ഒരു മനുഷ്യനെ ഉന്നതനാക്കുന്നതും കീഴ്ജാതിയിൽപ്പെടുത്തുന്നവനും. അല്ലാതെ ഒരാൾ ജനിച്ച ജാതിയോ ഒരാളുടെ നിറമോ ഒന്നും യാതൊരു പ്രസക്തിയുമില്ലാത്ത കാര്യമാണെന്ന് ഇസ്ലാം അടിവരയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം വിഷയങ്ങളിൽ നമ്മെ സൂക്ഷ്മതയുള്ളവരാക്കി മാറ്റുമാറാകട്ടെ. ഈ ഒരു നീചമായ ഒരു സിസ്റ്റം, വളരെ വിഷമം തോന്നുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ ഇത്തരം ചിന്താഗതികൾ ലോകത്ത് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യരിൽ നിന്നും എടുത്തു പോകുന്ന ഒരു അവസ്ഥ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണ്ടാക്കട്ടെ. വാഖിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الملك الحق ولا تعجل بالقرآن من قبل أن يقضى إليك وحيه وقل رب زدني علما.